ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നിങ്ങൾ വർഷങ്ങളായിട്ട് സെറ്റ് എക്സാം എഴുതി മടുത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് സെറ്റ് എക്സാം എഴുതാൻ പോവുകയാണോ? എങ്ങനെയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും മികച്ച ഒരു കോച്ചിങ് നിങ്ങൾക്ക് സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൈംസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഒറ്റ തവണ കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് പാസ്സാവാനായിട്ട് പറ്റും. നിങ്ങൾ വലിയൊരു എഫേർട്ട് സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല. നമ്മൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന് തെളിവുകളായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിൽ ഈ വർഷം പാസ് ഔട്ടായ കുറേയധികം കുട്ടികളുടെ നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കേൾക്കാം. ഇത്രയും പേര് എന്തായാലും നമ്മൾ പറഞ്ഞ് പറയിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, നമ്മളിതിന് ഇതിൻ്റെ നമ്മുടെ ഹൈംസ് അക്കാഡമിയുടെ ആഡിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും നമ്മൾ മുടക്കാറില്ല. എല്ലാം മാർക്കറ്റിങ്ങും അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. കാരണം കുട്ടികൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞാണ് ഇത് കൂടുതൽ ആളുകൾ അറിയുന്നതും അവർ കൂടുതലായിട്ട് വന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ആവുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും മികച്ച ഒരു കോച്ചിങ്ങാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതും ഏറ്റവും ചെറിയൊരു ഫീസിലാണ് നിങ്ങൾ കോച്ചിങ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമി ചൂസ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഒരു വോയിസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേട്ട് നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഹൈംസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തതുകൊണ്ടും എനിക്ക് എൻ്റെ ജനറൽ പേപ്പറിന് നല്ല മാർക്ക് വാങ്ങാനും സാധിച്ചു. അങ്ങനെ സെറ്റ് ക്വാളിഫൈഡ് ആയി. ഓരോ വട്ടം എഴുതുമ്പോഴും സെക്കൻഡ് പേപ്പറിന് നല്ല മാർക്ക് കിട്ടും, പക്ഷേ ജനറൽ പാസ്സാവാറില്ല. പാസ്സായാലും പെർസെൻറ്റേജ് അഗ്രിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടല് കവർ ചെയ്ത് പെർസെൻറ്റേജ് വരാത്തതുകൊണ്ട് കിട്ടാറില്ല. അങ്ങനെ കഴിഞ്ഞ 3 തവണയും അങ്ങനെ പോയി. ജസ്റ്റ് പെർസെൻറ്റേജിൻ്റെ കുറവുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വളരെ വിഷമിച്ചിരുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ഇതുപോലെ ഹൈംസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ വളരെ നല്ലതാണ്, ഞാനിതുപോലെ ജോയിൻ ചെയ്യാൻ പോവാണ്, നീയും വേണമെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പോലെ ഒരുപാട് ഫീസിന് വേണ്ടി അവരുടേതായിട്ടുള്ള ലാഭത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ ക്ലാസ്സുകൾ തരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ കണ്ടന്റ് ബേസാക്കി നമുക്കുടെ സിലബസ് ബേസാക്കി ഓരോ കണ്ടന്റിലും എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള അതിൻ്റെ PYQവും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മാം നമുക്ക് പറഞ്ഞു തരും. ആപ്പ് വഴിയും ഉള്ള നോട്ട്സും എല്ലാം വളരെ യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനറൽ പേപ്പറിൽ കയറിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ആ സെറ്റ് ക്വാളിഫൈഡ് ആവാൻ സാധിച്ചത്. അതിൽ മാമിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. ഇത്തവണയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളോർത്ത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത് വെറും വാക്കല്ല. മാമിൻ്റെ സ്ഥാപനം ഇനിയും ഒരുപാട് പേർക്ക് സെറ്റ് ക്വാളിഫൈഡ് ആവാനും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആത്മാർത്ഥമായിട്ട് എന്നെ പ്രാർത്ഥിക്കുന്നു. ഇപ്രാവശ്യത്തെ സെറ്റ് ക്ലിയർ ചെയ്തതിൽ എനിക്ക് ഹൈംസ് അക്കാദമിയോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പേ 2 പ്രാവശ്യം സെറ്റ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് ജനറൽ പേപ്പറിന് 2 മാർക്കിനായിരുന്നു പോയിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഹൈംസ് അക്കാദമി ഉണ്ട്, അതിൽ ചേർന്ന് നോക്കി, എന്തായിട്ടും മാറ്റം കിട്ടാതിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴാണ് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് കേട്ടു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ ആയിരുന്നു ക്ലാസ്. അപ്പോൾ ആ ഒരു നല്ലൊരു ഫ്രഷ് മൂഡോടെയായിരുന്നു ക്ലാസ് കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ മിസ്സിൻ്റെ ഡെഡിക്കേഷനായിരുന്നു. മിസ് എന്ന് വെച്ചാൽ അത്രയും ചെറിയ 6 മാസം പ്രായമുള്ള കുട്ടീനെ എടുത്തിട്ടാണ് മിസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ മിസ്സിൻ്റെ എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് കേട്ടു, നോട്ട്സ് തയ്യാറാക്കും, ചെറിയ പോയിൻറ്റ്സ് ആയാലും എഴുതി വെക്കും, കറണ്ട് അഫയേഴ്സ് ആയാലും എല്ലാം നോയിക്കൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യത്തെ സെറ്റ് കിട്ടി. വളരെയധികം സന്തോഷമായിരിക്കാം ഞാനിപ്പോൾ. എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 പ്രാവശ്യം 2 മാർക്കിന് പോയപ്പോൾ വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ മിസ്സിനോട് 1000 നന്ദിയുണ്ട്. പിന്നെ എന്നെപ്പോലെ സെറ്റ് എക്സാം ജനറൽ പേപ്പറിന് പോയവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഹൈംസ് അക്കാദമി. ഇനിയും ഈ ഒരു അക്കാദമി വിജയത്തിലേക്ക് തന്നെ പോകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം.
താങ്ക് യു. ടീച്ചറിൻ്റെ ക്ലാസ് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അടിപൊളി ക്ലാസ്സായിരുന്നു. എനിക്ക് ജനറൽ പേപ്പറായിരുന്നു ടഫായിട്ട് ഇതുവരെ തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ തവണയും ജനറൽ പേപ്പറിൻ്റെ മാർക്ക് കുറഞ്ഞതുകൊണ്ട് എനിക്ക് സെറ്റ് നഷ്ടപ്പെട്ടെ. ഇത്തവണ ജനറൽ പേപ്പർ പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല. അവസാന നിമിഷം ടീച്ചറിൻ്റെ ക്ലാസ് ലൈവ് ക്ലാസ്സൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ, റെക്കോർഡ് ക്ലാസ്സൊക്കെ. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ലൈവിൽ എപ്പോഴും കയറാൻ പറ്റിയിരുന്നില്ല. ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡൊന്ന് ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല മാർക്കുണ്ട്. ടീച്ചറിൻ്റെ അടുത്ത് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. നല്ല ക്ലാസ്സായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു ടീച്ചർ. മാമിൻ്റെ ക്ലാസ് എല്ലാം തന്നെ വളരെ നല്ല ക്ലാസ്സുകളാണ്. പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് വന്ന പോലത്തെയും പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള മനസ്സിലാവുന്ന രീതിയിലാണ് മാമിൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ PDF തന്നിട്ടുള്ള നോട്ട്സ് ആയാലും വളരെയധികം യൂസ്ഫുള്ളായിരുന്നു. നമുക്കൊരു തവണ വായിച്ചാൽ തന്നെ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന പോലത്തെ കാര്യങ്ങളും ആയിരുന്നു. ആ രീതിയിലായിരുന്നു നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ത് ഡൗട്ടുകൾ എപ്പോൾ ചോദിച്ചാലും എന്താ പറയുക, അത് നല്ല രീതിക്ക് മിസ്സിന് സമയമില്ലെങ്കിൽ പോലും പരമാവധി അത് പെട്ടെന്ന് തന്നെ മിസ് അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാറുണ്ട്. വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു ഐ എംസ് അക്കാദമിയിലെ ക്ലാസ്സുകളായാലും PDF ആയാലും എല്ലാം തന്നെ നല്ലതായിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. മിസ്സിൻ്റെ ക്ലാസ് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ജനറൽ പേപ്പർ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയത്. എല്ലാ കോൺസെപ്റ്റും വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞാൻ റെക്കോർഡഡ് സെക്ഷനാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു മിസ്. താങ്ക് യു എയിംസ് അക്കാഡമി. ഞാൻ വർക്ക് ചെയ്യുന്നത് കാരണം ക്ലാസ്സുകളൊന്നും നോക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തുടക്കത്തിലൊക്കെ കുറേ ഞാൻ നോക്കാണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യായിരുന്നു. പിന്നെയാണ് മാമിൻ്റെ ലൈവിൻ്റെ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ലൈവ് നമുക്കിപ്പോൾ എത്രത്തോളം ടൈമില്ലെങ്കിലും ലൈവ് കണ്ടു പോയാൽ തന്നെ നമുക്ക് ഒരുവിധം പോർഷൻസൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി. ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ആ ലൈവ് ആണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും ചെറിയ ചെറിയ ടോപ്പിക്കായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. എസ്പെഷ്യലി മാമിൻ്റെ ലൈവാണ് നമുക്കൊന്നുകൂടെ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ടൈമില്ലാത്തവർക്കൊക്കെ ആ ലൈവ് കണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം പോർഷൻസൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.